കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ വാഹനാപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കുറ്റ്യാട്ടൂർ പാവന്നൂർ കടവിലാണ് ഇന്നലെ രാത്രി വാഹനാപകടം നടന്നത്. മാതാപിതാക്കൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ മിനി ലോറിയിലിടിച്ചാണ് അപകടം. സ്കൂട്ടറിൽ നിന്നും റോഡിലെ താഴ്ചയിലേക്ക് തെറിച്ചു വീണ രക്ഷിതാക്കൾക്ക് ഗുരുതര പരിക്കേറ്റു. അപകടത്തിൽ മിനി ലോറിയിലെ 3 പേർക്കും പരിക്കേറ്റിരുന്നു. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഒരു കുരുന്നു ജീവൻ കൂടി പൊലിഞ്ഞു. എങ്ങനെയാണ് അപകടമുണ്ടായത്? മറ്റ് പരിക്കേറ്റവരുടെ ആരോഗ്യനില? ശ്രുതി, ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. പാവന്നൂർ കടവിലെ കുട്ടിക്കുന്നിൽ ഹൗസിൽ സാജിദിന്റെയും മൈമുനത്തിന്റെയും മകൾ 4 വയസ്സുകാരി AK തസ്രീഫയാണ് മരിച്ചത്. ഇവർ 3 പേരും സഞ്ചരിക്കുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. തസ്രീഫ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ വാഹന ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ സ്കൂട്ടറിൽ നിന്നും റോഡിന് സമീപത്തേക്കുണ്ടായിരുന്ന ഒരു താഴ്ചയിലേക്ക് തെറിച്ചു വീണിട്ടുള്ള ഇവരുടെ തസ്രീഫയുടെ രക്ഷിതാക്കളായിട്ടുള്ള മൈമുനത്തിൻ്റെയും സാജിദിൻ്റെയും ഗുരുതര പരിക്കുകളാണ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ വാഹനാപകടം നടക്കുന്നത്. പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് സാജിദിൻ്റെ ഇരിക്കൂറിലുള്ള വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴി വീടിന് സമീപത്തുള്ള പാവന്നൂർ കടവിൽ അവിടെ പാലത്തിന് മുകളിൽ ഈ സ്കൂട്ടർ നിർത്തി ഈ പുഴയ്ക്ക് സമീപം നിൽക്കുകയായിരുന്നു ഇവർ 3 പേരും. ആ സമയത്താണ് ഈ മിനി ലോറി അവിടത്തേക്ക് എത്തുകയും ഈ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. ആ സമയത്ത് തന്നെ തസ്രീഫ മരണപ്പെട്ടിരുന്നു. പാവന്നൂർ LP സ്കൂളിൽ LKG ക്ലാസ്സിൽ ചേർന്ന തസ്രീഫ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയാക്കി ഇന്നലെ പെരുന്നാളിൻ്റെ ഭാഗമായി പിതാവിൻ്റെ വീട്ടിലൊക്കെ പോയി മടങ്ങി വരികയായിരുന്നു. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. കാരണം ഈ പാലത്തിന് സമീപത്ത് വലിയൊരു വളവാണ്. ആ വളവിൻ്റെ ഭാഗത്ത് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണം എന്നുള്ള ഒരാവശ്യം കൂടി ഇപ്പോഴെന്തായാലും നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 4 വയസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമായത്. സ്കൂളിലേക്കൊക്കെ പോകാൻ തയ്യാറായിരിക്കുന്നതിനിടെ ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്.